ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളിന്ന് പോകുന്നത് സ്ലൊവേനിയയിൽ ഏഷ്യൻ മാർക്കറ്റ് പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ മാത്രം സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, മസാല ഷോപ്പ് എന്ന് പറഞ്ഞിട്ട്. അവിടേക്കാട്ടാ. അപ്പോൾ അവിടെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഷോപ്പ്. മസാല എന്ന് തന്നെയാണ് ആ ഷോപ്പിൻ്റെ പേര്. ഇതൊരു ഇന്ത്യക്കാരൻ നടത്തുന്ന ഒരു ഷോപ്പാട്ടോ. അപ്പോൾ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ ലേസ്, കുറുകുറെ അങ്ങനത്തെ ഓരോ ഫ്ലേവറിലുള്ള ഓരോ സാധനങ്ങൾ കാണാൻ പറ്റും കേട്ടോ. പക്ഷേ നമ്മുടെ നാട്ടിലെ റേറ്റിലാട്ടോ ഇതിന് നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ടൈപ്പിലുള്ള മസാലകളുണ്ട് കേട്ടോ. ഫിഷ് മസാല, തന്തൂരി മസാല. ഫിഷ് മസാല എത്രയാണ്? €1.5. തന്തൂരി മസാല റേറ്റ് തന്നെ ഏകദേശം. പിന്നെ അങ്ങനത്തെ കുറേ മസാലകളാട്ടോ. ഈ ബട്ടർ ചിക്കൻ അങ്ങനത്തെ കുറേ മസാലകൾ. പിന്നെ ചാട്ട് മസാല. ഈ സ്റ്റോർ നടത്തുന്ന ആൾ ഡൽഹിയിൽ നിന്നുള്ള ഒരാളാട്ടോ. അപ്പോൾ അവിടുത്തെ നോർത്ത് സൈഡിലുള്ള ഫുഡുകളാട്ടോ കൂടുതലുള്ളത്. പിന്നെ നമ്മുടെ ചിക്കൻ കറി മസാല, പിന്നെ നമ്മുടെ ഇഡ്ഡലി, സാമ്പാർ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണത്. പിന്നെ അങ്ങനത്തെ ഓരോ ഗരം മസാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആട്ടെ ഈ ഒരു സെക്ഷൻ വരുന്നത് ഫുള്ള്. ചിക്കൻ ടിക്ക, കബാബ് മസാല അങ്ങനത്തെ ഓരോ സാധനങ്ങൾ. പിന്നെ രസം ഉണ്ടാക്കണത്. പിന്നെ തന്തൂരി മസാല. പിന്നെ ഇത് കടുക്. പിന്നെ ഇതിൻ്റെ തേങ്ങയുടെ കോക്കനട്ട് പൗഡറില്ലേ, അത് നമ്മുടെ ഇവിടെ തൊട്ടുമിക്ക ഷോപ്പിലും കിട്ടുമെന്ന് എനിക്ക് തോന്നണേ. ഡ്രൈ ആയിട്ടുള്ള പൗഡറിൽ. പിന്നെ ജീരകം, മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ മറ്റേ കോൺഫ്ലവർ അങ്ങനെ സാധനങ്ങളൊക്കെ കേട്ടോ. ഫുള്ള് നമ്മുടെ അത്യാവശ്യം നമ്മുടെ അവിടുത്തെ ബ്രാൻഡുകളൊന്നല്ല, ഇവിടുത്തെ ഏതോ ഒരു ബ്രാൻഡാണിത്. ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല. പിന്നെ റവ എല്ലാ സാധനങ്ങളും കേട്ടോ. പിന്നെ നമ്മുടെ അവിടുത്തെ ചായപ്പൊടി ഇങ്ങനെ കേട്ടോ, റെഡ് ലേബിൾ. പിന്നെ ഓരോ സോസുകൾ, കെച്ചപ്പ് അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ കേട്ടോ. കണ്ട സോസ്, റെഡ് ചില്ലി സോസ്, പിന്നെ സോയാ സോസ്, റെഡ് ചില്ലി സോസ് അങ്ങനത്തെ കുറേ സോസുകളാട്ടോ. പിന്നെ ഇതൊക്കെ എന്തിട്ടാണാവോ, ഇതെന്താണെന്ന് എനിക്കറിയില്ല. അച്ചാറുകളാണ് കേട്ടോ, കുറേ അച്ചാറുകളാണ് കേട്ടോ. പിന്നെ ഗാർലിക്കിൻ്റെ പേസ്റ്റ്, പിന്നെ മാങ്ങ അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. അതിന് എത്ര €4-5 നമ്മുടെ അവിടുത്തെ റേറ്റിന് കിട്ടില്ല എന്തായാലും ഒറ്റ സാധനങ്ങളും. പിന്നെ പപ്പടമൊക്കെ ഉണ്ട് കേട്ടോ. അതിന് എത്ര €6. നമ്മുടെ ഈ ബസുമതി റൈസ്, പിന്നെ ഈ മാഗിയിൽ സ്പൈസി ആയിട്ടുള്ള മാഗികൾ, പിന്നെ ഈ മാംഗോയുടെ പൾപ്പ് അങ്ങനെ സാധനങ്ങൾ, പിന്നെ ഈ സോയാബീനൊക്കെ ഇല്ലേ ആ സാധനം, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചതച്ച മുളക്, പിന്നെ നേരത്തെ കണ്ടില്ല റെഡ് ലേബലിൻ്റെ. പിന്നെ അവിടെയുള്ളത് നമ്മുടെ അവിടെ കിട്ടുന്ന മിഠായികളില്ലേ, ഗുലാബ് ജാമ്, ലഡ്ഡു, പിന്നെ ഈ സോയാബീൻ്റെ ചെറുത്, പിന്നെ പയറ്, പരിപ്പ് അങ്ങനെ സാധനങ്ങളൊക്കെ ആട്ടത്. മറ്റേ ഗ്രാമ്പു, പട്ട അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ആട്ടത്. ഉഴുന്ന്, പിന്നെ ഡാൽപ്പരിപ്പ്, മറ്റേ ബട്ടർ പരിപ്പ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ആട്ടത്. പിന്നെ ബീൻസ്, ഈ സെക്ഷൻ ഫുള്ള് അങ്ങനെ തന്നെ. ചെറുപയർ, പിന്നെ മുതിര പോലെ സാധനങ്ങളൊക്കെ. പിന്നെ ഇത് നേരത്തെ കണ്ട സോസ് സാധനങ്ങളൊക്കെ ആട്ടോ. നമ്മുടെ ഒട്ടുമിക്ക ഇന്ത്യത്തെ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് അവിടെ. നമ്മുടെ എല്ലാ സാധനങ്ങളുണ്ട്. പിന്നെ ബട്ടർ, കുക്കീസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പനീർ, പിന്നെ ബിരിയാണി ഉണ്ടാക്കണ മസാല സാധനങ്ങൾ, റൈസ് മസാലകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആട്ടത്. അങ്ങനത്തെ കുറേ. പിന്നെ പഞ്ചാബ് അവിടുത്തെ സാധനങ്ങളൊക്കെ ആട്ടത്. പഞ്ചാബി സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഡാല് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തിട്ടാണ് ഒട്ടുമിക്ക ഇന്ത്യത്തെ എല്ലാ സാധനങ്ങളും കേട്ടോ. പിന്നെ നമ്മുടെ അവിടുത്തെ റസ്ക് ഒക്കെ ഉണ്ട് കേട്ടോ, പാർലയുടെ റസ്ക്. പിന്നെ അത് മിച്ചറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മറ്റേ കൊള്ളി വറുത്തത് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചക്ക വറുത്ത് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. €3 €4 വരുന്നുണ്ട് കേട്ടോ. മിച്ചറിന് എത്ര €2 500 ഗ്രാമിന്. മേടിച്ചില്ല, വെറുതെ ജസ്റ്റ് കാണാൻ പോയതാണ്. പിന്നെ നമ്മുടെ €1 ചിപ്സുകൾ, മിച്ചറുകൾ, പിന്നെ മധുരമുള്ള മിച്ചർ അങ്ങനത്തെ കുറേ ചിപ്സ്. പിന്നെ ഈ ഒരു സെക്ഷനിൽ വരുന്ന നമ്മുടെ തലയിലൊക്കെ തേക്കണം വെളിച്ചെണ്ണ, എണ്ണ, നല്ലെണ്ണ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. ഈ പാരച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണയൊക്കെ ഉണ്ട് അവിടെ. എത്രയാണ്? €6 €7. പിന്നെ കുറേയൊക്കെ മസാലകൾ അവിടെ സ്ഥലമില്ലാണ്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അവർ. പിന്നെ നമ്മുടെ ഇവിടുത്തെ റോസ് വാട്ടർ അങ്ങനെ സാധനങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ കിട്ടുന്ന വേറെ റേറ്റ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പൊറോട്ടയിൽ അടിച്ച പൊറോട്ട ആ സാധനം, അത് 5 പീസിന് എത്രയാണ്? €3 അങ്ങോട്ട് കേട്ടോ. നമ്മൾ ഫ്രോസൺ ചെയ്തതാണ്. പിന്നെ ചപ്പാത്തി അങ്ങനത്തെ ഒരു സാധനം കേട്ടോ. ജസ്റ്റ് ഒന്നും കൊണ്ട് ചൂടാക്കിയാൽ സെറ്റാവും. പിന്നെ നമ്മുടെ അവിടുത്തെ മസാലകളൊക്കെ, മറ്റേ മസാലയല്ല സമൂസയിൽ ആ സാധനമൊക്കെ, അതൊക്കെ വെളിച്ചെണ്ണയിലിട്ട് വെറുതെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഗുൽഫി അങ്ങനത്തെ കുറേ ചപ്പാത്തി, പൊറോട്ട അങ്ങനത്തെ ഇഡലിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ജസ്റ്റ് കൊണ്ട് ചൂടാക്കിയാൽ മതിയാവും. പിന്നെ നമ്മുടെ അവിടെ കിട്ടണ മറ്റേ ഇഞ്ചി, പച്ചമുളക്, പാവയ്ക്ക അങ്ങനെ സാധനങ്ങളൊക്കെ കേട്ടോ. കണ്ടില്ലേ, വെണ്ടയ്ക്ക, വഴുതനങ്ങ അങ്ങനത്തെ കുറേ സാധനങ്ങൾ കിട്ടും അവിടെ. അതൊന്നും മേടിച്ചില്ല വെറുതെ. പിന്നെ നേരത്തെ കാണിച്ച പൊറോട്ട അത്, പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഫ്രോസൺ ചെയ്ത ഇതിൽ. മറ്റേ ചെറിയ പൊറോട്ട, വലുത്, പിന്നെ നമ്മുടെ അവിടെ കിട്ടുന്ന ചന്ദനത്തിരിയില്ലേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഫ്ലേവറുള്ളത്. പിന്നെ കുടിക്കാനുള്ള ഡ്രിങ്ക്സുകൾ,
പിന്നെ കുറേ സാധനങ്ങൾ ഉണ്ടിട്ട് ഇവിടെ അത്യാവശ്യം നമ്മുടെ അവിടുത്തെ കിട്ടണത്. പിന്നെ ഈ ഷോപ്പിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ലുബ്രിയാന സെൻറ്ററിൽ നിന്ന് മസാല സ്റ്റോർ എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഇട്ടാൽ മതി. കുറച്ചുള്ളൂ നമ്മുടെ അവിടെ നിന്ന്. അപ്പോൾ നമുക്കൊരു വീടിൻ്റെ താഴെ തന്നെ ഒരു ഷോപ്പ് കാണാൻ പറ്റും, മസാല എന്ന് പറഞ്ഞിട്ട്. അതാണ് ഷോപ്പ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.